കഥാവായ ഈശോയെ, പുറപ്പാട് പുസ്തകം 20:24 വാക്യം, എൻ്റെ നാമം എവിടെ പറയുന്നുവോ അവിടെ ഞാൻ ഇറങ്ങി വരും. ഈശോയെ, നിൻ്റെ നാമം ഞങ്ങളുടെ ഭവനങ്ങളിൽ പറയുമ്പോൾ അവിടെ നീ ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ, ആരും കാണാത്ത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽ, മറ്റാരോടും പങ്കുവയ്ക്കാത്ത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വലിയ സാന്നിധ്യം നീ ഇറങ്ങി വരും എന്നതാണ് തിരുവചനത്തിലൂടെ ഞങ്ങളെ നീ പഠിപ്പിക്കുന്നത്. കർത്താവേ, നന്ദി പറയുന്നു. നിന്റെ വലിയ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. മരുഭൂമിയിൽ ഹാഗാർ കരഞ്ഞപ്പോൾ, അവളുടെ കുഞ്ഞുമായിട്ട് കർത്താവെ അവൾ വേദനയോടെ മരുഭൂമിയിലൂടെ അലഞ്ഞപ്പോൾ അവളുടെ അരികിലേക്ക് നീ ഇറങ്ങി വന്നു. ഇതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നീറുന്ന ദുഃഖങ്ങളിൽ അവിടുന്ന് ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ മരുഭൂമി അനുഭവങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന നഥാനിയൽ, അവനെ ഈശോയെ നീ പേര് ചൊല്ലി വിളിച്ചതുപോലെ, നഥാനിയലെ, നീ ഇവിടെ വരുന്നതിന് മുൻപ് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴേ നഥാനിയലെ, നിന്നെ ഞാൻ അറിഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചതാണ് അന്നേ എന്ന് ഈശോയെ നീ പറഞ്ഞുവല്ലോ. ഇതുപോലെ കർത്താവെ, ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളിലും ദുഃഖങ്ങളിലും അങ്ങ് എന്നും താങ്ങായിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യെശയ്യാ പ്രവചനം 49 അധ്യായം 15-16 വാക്യം, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. കർത്താവേ, ഇതുപോലെയാണ് നിന്റെ വലിയ സ്നേഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പെറ്റമ്മ മറന്നാലും ഞങ്ങളെ മാറോട് ചേർക്കുന്ന വലിയ സ്നേഹമാണ് അവിടുന്ന്. അവിടുന്ന് ഞങ്ങളോട് കാണിക്കുന്ന ഈ വലിയ സ്നേഹത്തിനും കരുണയ്ക്കും ഞങ്ങളെ കരുതുന്നുണ്ട്. ഞങ്ങളെ അവിടുന്ന് കരം പിടിച്ച് നടത്തുന്നുണ്ട്. ഈ പ്രത്യാശയാണ് ഓരോ മനുഷ്യ ജീവിതത്തെയും അവന് ജീവിക്കാനായിട്ട് പ്രേരണ കൊടുക്കുന്നത്. ഈ വലിയ ബോധ്യത്തോടെ ആരും കാണാത്ത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും പ്രയാസങ്ങളും ആകുലതകളും നിന്റെ മുമ്പിൽ ഞങ്ങൾ ഇറക്കുകയാണ്. കർത്താവേ, അവയിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തകർന്നു കിടന്ന ബലിപീഠം കേടുപോക്കി ഏലിയ അഗ്നി ഇറക്കിയതുപോലെ ഇസ്രായേലിൻ്റെ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങൾ തകർന്നു പോയിരിക്കുന്നു. അവിടേക്ക്, ഞങ്ങളുടെ നീറുന്ന ദുഃഖങ്ങളിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തെ ഈ ഗാനത്തോടൊപ്പം ഞങ്ങൾ നിന്നെ പാടി ആരാധിക്കുന്നു. ആരും കാണാതെന്നെ നീ മാറിൽ ചേർക്കുന്നു, നീരിൽ മുങ്ങിയ കണ്ണുകൾ ആകെ തോർത്തുന്നു. ആരും കാണാതെന്നെ നീ മാറിൽ ചേർക്കുന്നു, നീരിൽ മുങ്ങിയ കണ്ണുകൾ ആകെ തോർത്തുന്നു. പാരിൻ പാലകനേ, സന്ധ്യയിൽ ഞാൻ കണ്ടു നിന്നുകവും കാൽവരി തൻ നിഴലിൽ
കാറ്റും മുകിലും സാക്ഷികളായി പ്രാണൻ ഉയരുകയായി. കാറ്റും മുകിലും സാക്ഷികളായി പ്രാണൻ ഉയരുകയായി. ആരും കാണാതെന്നെ നീ മാറിൽ ചേർക്കുന്നു. നേരിൽ മുങ്ങിയ കണ്ണുകൾ ആകെ തോർത്തുന്നു. പാപം ചെയ്തവനെന്നാലും നിൻ സാന്ത്വനമെൻ മനസ്സിൽ ഒരു സന്ദേശം അതു നൽകിയ നാളിൽ ഞാനതിധന്യനായി. പകരം എന്തു നൽകും ഹൃദയം തന്നെ നൽകാം. പറയാ അടിയൻ നന്ദി. ആരും കാണാതെന്നെ നീ മാറിൽ ചേർക്കുന്നു. നീരിൽ മുങ്ങിയ കണ്ണുകൾ ആകെ തോർത്തുന്നു. പാരിൻ പാലകനെ ഈ ജീവിത സന്ധ്യയിൽ ഞാൻ കണ്ടു നിൻമുഖവും കാൽവരി തന്നിഴലിൽ. കാറ്റും മുകിലും സാക്ഷികളായി പ്രാണൻ ഉരുകുകയായി. ആരും കാണാതെന്നെ നീ മാറിൽ ചേർക്കുന്നു. ജീവൻ തേടിയ തിരിനാളം കാട്ടിയൊരീ നിമിഷം ഇരുൾ മാറുന്നു മിഴി മുന്നിലെ മാർഗെ നാഥനണഞ്ഞിതാ. ഇതുമെൻ നന്മയല്ലേ സുഹൃതം തന്നെയല്ലേ. പറയാ അടിയൻ നന്ദി. ആരും കാണാതെന്നെ നീ മാറിൽ ചേർക്കുന്നു. നീരിൽ മുങ്ങിയ കണ്ണുകൾ ആകെ തോർത്തുന്നു. പാരിൻ പാലകനെ ഈ ജീവിത സന്ധ്യയിൽ ഞാൻ
കണ്ടു നിൻമുഖവും കാൽവരി തൻ നിഴലിൽ കാറ്റും മുകിലും സാക്ഷികളായി പ്രാണൻ ഉരുകുകയായി. കാറ്റും മുകിലും സാക്ഷികളായി പ്രാണൻ ഉരുകുകയായി. ആരും കാണാതെന്നെ നീ മാറിൽ ചേർക്കുന്നു. നീരിൽ മുങ്ങിയ കണ്ണുകൾ ആകെ തോർത്തുന്നു. കർത്താവേ, അവിടുന്ന് ഈ ഭൂമിയിൽ കടന്നു വന്നത് ഞാൻ പാപിയെ തേടി മാത്രമാണെന്ന് അവിടുന്ന് തിരുവചനത്തിൽ പറഞ്ഞുവല്ലോ. ഞാൻ വന്നിരിക്കുന്നത് നീതിമാനെ വിളിക്കുവാനല്ല, പാപിയെ വിളിക്കുവാൻ മാത്രമാണെന്ന്. അതുകൊണ്ടാണ് അവിടുന്ന് ഇപ്രകാരം ഒരു ഉപമ പറഞ്ഞത്. 100 ആടുകൾ ഉണ്ടായിരുന്ന ഒരിടയൻ ഒന്നിനെ നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ 99 വിട്ടിട്ട് നഷ്ടപ്പെട്ട ഒന്നിനെ തേടി പോകുന്ന നല്ല ഇടയന്റെ ചിത്രം. ഇസ്രായേലിന്റെ രാജാവായ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മനുഷ്യനായിട്ട് ജന്മമെടുത്തുവല്ലോ. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഞങ്ങളുടെ ജീവിതങ്ങളെ നേടിയെടുക്കാനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ. അതുകൊണ്ടാണ് നീ സമരിയാക്കാരി സ്ത്രീ പാപിയെ തേടി മാത്രമാണ് അങ്ങ് വന്നതെന്ന് ഞങ്ങളെ അറിയിക്കാനും അവളുടെ ആത്മാവിനെ നേടുവാനും വേണ്ടി അവിടുന്ന് സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാനായിട്ട് കടന്നു വരുന്ന കിണറിൻ്റെ കരയിൽ നീ ചെന്നിരുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞങ്ങൾ കാണുന്നു. അത് നഷ്ടപ്പെട്ട അവളുടെ ജീവിതത്തെ സാത്താൻ ബന്ധിച്ചിരിക്കുന്ന പാപജീവിതം നയിക്കുന്ന അശുദ്ധമായ ജീവിതം നയിക്കുന്ന അവളുടെ ജീവിതത്തെ നേടുവാൻ വേണ്ടി അവൾക്ക് വേണ്ടി മാത്രം അവിടുന്ന് കിണറിൻ്റെ കരയിൽ ചെന്നിരുന്ന് അവൾക്ക് വേണ്ടി അവിടുന്ന് തിരുവചനങ്ങൾ വ്യാഖ്യാനിച്ച് അവളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്ന കർത്താവേ, ഈ കാലഘട്ടത്തിലും അവിടുന്ന് ഇതാണല്ലോ ആഗ്രഹിക്കുന്നത്. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിലാണ് ആനന്ദം. അനുദപിക്കുന്ന പാപിയോർത്ത് സ്വർഗത്തിൽ വലിയ ആനന്ദവും സന്തോഷവും ഉണ്ടാവുന്ന കർത്താവേ അവിടുന്ന് തിരുവചനത്തിൽ പറഞ്ഞു. യേശുവേ, ഈ കാലഘട്ടത്തിൽ അനേകരെ യേശുവിനായി നേടുവാൻ പാപത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന നരകത്തിൻ്റെ കുഴിയിലെ പിശാച് ബന്ധിച്ചിരിക്കുന്ന അനേക ജീവിതങ്ങളെ യേശുക്രിസ്തുവിനായി നേടുവാൻ ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൂർത്തപുത്രന്റെ ഉപമയും ഇതാണല്ലോ കർത്താവെ കാണിക്കുന്നത്. അവൻ പാപജീവിതം നയിച്ച് പന്നിക്കുഴിയിൽ കിടക്കുമ്പോൾ അവൻ ആ പന്നിക്കുഴി ഉപേക്ഷിച്ചത് കൊണ്ട് കർത്താവ് നിന്റെ അരികിലേക്ക് മടങ്ങി വരുന്നു. അവനെ മാറോട് പിടിച്ച് സ്നേഹിക്കുന്ന ചേർത്ത് പിടിക്കുന്ന പിതാവായ ദൈവം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടുന്ന് അപ്പനായി കടന്നു വന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ പാപക്കുഴിയിൽ നിന്നും നമ്മൾ എഴുന്നേറ്റ് വന്ന് മാറോട് ചേർത്ത് പിടിക്കാൻ ദൈവമേ അവിടുന്ന് അതിയായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ജന്മമെടുത്തത്. കാരണം നരകത്തിൻ്റെ തീ എന്താണെന്ന്, നരകത്തിൻ്റെ അഗ്നി എന്താണെന്ന് അങ്ങേക്ക് നല്ലവണ്ണം അറിയാം കർത്താവേ.
ഞങ്ങൾ ഓരോരുത്തരും നരകത്തിൻ്റെ കുഴിയിൽ വീണു പോകാതിരിക്കാൻ വേണ്ടി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ജന്മമെടുത്തു. സ്വർഗത്തിൻ്റെ സന്തോഷം എന്താണെന്ന് ഏറ്റവും നന്നായി അറിയാവുന്ന പിശാച്, അവൻ മാലാഖയായിരുന്നു. സ്വർഗത്തിൽ നിന്നും അവൻ വലിച്ചെറിയപ്പെട്ടു. അവൻ ഇനി ഒരിക്കലും സ്വർഗജീവിതം കിട്ടുകയില്ല. ഞാനും നിങ്ങളും സ്വർഗത്തിൻ്റെ ജീവിതം ആസ്വദിക്കാതിരിക്കാൻ വേണ്ടി എന്നെയും നിങ്ങളെയും പാപക്കുഴിയിൽ വീഴ്ച നരകത്തിൻ്റെ അഗ്നിയിലേക്ക് തള്ളിവിടാനാണ് അവൻ്റെ എന്നേക്കുമായിട്ടുള്ള ലക്ഷ്യം. ഈ ലക്ഷ്യത്തെ തകർക്കാൻ വേണ്ടി അനുതാപത്തിൻ്റെ ഒരു വാക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഒരു വാക്ക് മാത്രം മതി. ആ വാക്ക് നമ്മുടെ കർത്താവെ തെറ്റുപറ്റിപ്പോയെന്ന് ഒരു നിമിഷം ഞാനും നിങ്ങളും ഏറ്റു പറഞ്ഞു എങ്കിൽ ഞാനും നിങ്ങളും ഈ കാലഘട്ടം അത്രയും ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും യേശു ക്രിസ്തു നമ്മളോട് ക്ഷമിക്കും. കാരണം ഞാനും നിങ്ങൾ നരകക്കുഴിയിൽ വീഴരുത്, സ്വർഗത്തിൻ്റെ സന്തോഷം അനുഭവിക്കണം. ഈശോയെ, അപ്രകാരം ഞങ്ങളെ നരകത്തിൻ്റെ തീയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കടന്നു വന്ന പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ ഈ ഗാനത്തോടൊപ്പം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ, നീ ഭൂമിയിൽ അവതരിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ഞങ്ങളുടെ ജീവിതത്തെ നീ നേടിയെടുത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, അനുതപിക്കുന്നവനെ മാറോട് ചേർത്ത് പിടിക്കുന്ന നിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട്, കുംഭസാരം എന്ന വലിയ കൂദാശ കത്തോലിക്ക സഭയ്ക്ക് നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ ഗാനത്തോടൊപ്പം തേടി വന്ന ഇസ്രായേലിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു ഞങ്ങൾ.
ദോഷി